ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവയാനി വീണ്ടും എന്താ പറയുക പഴംപൊരി ഉണ്ടാക്കാനുള്ള കൂട്ടുകളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്തായാലും അവരെല്ലാവരും കഴിച്ചു. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ആദ്യം ഉണ്ടാക്കിയിട്ട് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ പഴംപൊരിയൊക്കെ ഇങ്ങനെ എല്ലാ പഞ്ചസാരയും ഉപ്പും ഒക്കെ പാകത്തിനിട്ട് ഒക്കെ ഇളക്കി ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പോട്ടെ, വല്ലപ്പോഴും വരുമ്പോഴല്ലേ കഴിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇതൊന്നും അറിയാതെ നമ്മളുടെ എന്താ പറയുക അനാമികയുടെ വീട്ടുകാരൻ അച്ഛനും അമ്മയും ഓട്ടാണ് ബാത്റൂമിലേക്ക്. അങ്ങോട്ട് ഓടണു ഇങ്ങോട്ട് ഓടണു, എല്ലാവരും കൂടെ ഓടി തിമർക്കുക. അപ്പോൾ മറ്റൊരു രണ്ടുപേരും കൂടെ ഓടാൻ വേണ്ടിയിട്ട് ജലജ ചെയ്തു വെച്ച പണിയാണ്. പക്ഷേ ജലജ അല്ല താനും, ജലജ പോയിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ പറയും, ഇത് വല്ലാത്ത ചതിയായിപ്പോയി, ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയും. ആദ്യത്തെ ചെയ്ത് വെച്ചാൽ അവർ തന്നെയാണ്, അത് അവർക്ക് തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്യും. എന്തായാലും അവൾക്ക് ഭയങ്കര ദൈവഭാഗ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നോക്കി രണ്ടാമത്തെ പ്രാവശ്യമാണ്, അത് ജലജ പറയുന്ന ഡയലോഗാണേ. അപ്പോൾ അങ്ങനെ പറയും, ഇത് എനിക്ക് തോന്നുന്നുണ്ട് അവളുടെ ചേച്ചിയുടെ പണിയാവും, ചേച്ചിയാവും ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നവ്യ ആ ഭാഗത്തേക്കേ വന്നിട്ടില്ല പാവം. ചേച്ചിയുടെ പണിയാവും ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, അല്ലാണ്ട് വേറെ ആരുമല്ല. വല്യമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വല്യമ്മയ്ക്ക് പേടിയാണ്. കാരണം ഒരു പ്രാവശ്യം തന്നെ വല്യമ്മയ്ക്ക് അങ്ങനെ പറ്റിയത് കാരണം വല്യമ്മ ഒരിക്കലും മായം ചേർക്കില്ല. അവർ പെർഫെക്റ്റായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ അനാമിക പറയും. എനിക്ക് വയ്യ അമ്മ, ആകെ ക്ഷീണിച്ചു എന്ന് പറയണം. അപ്പോൾ വേണു അറിയാം, ഒരു പ്രാവശ്യം കൂടെ പോകേണ്ടി വരും തോന്നുന്നു ബാത്റൂമിലേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെയും പോവുകയാണ്. അങ്ങനെ 2-3 പ്രാവശ്യം ബാത്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ വേണും രേവതിയും ഒക്കെ അനാമികയൊക്കെ അങ്ങനെ തന്നെ. അപ്പോഴേക്കും നമ്മുടെ അബി ഇതുപോലെ ക്ഷീണിച്ച് വരികയാണ്. ബാത്റൂമിൽ പോയി ക്ഷീണിച്ച് വരുമ്പോൾ നവ്യ ഉണ്ടാവും. നവ്യ എന്തോ പറഞ്ഞിങ്ങനെ ഫോണിൽ നോക്കി ചിരിക്കുകയാണ്. ചിരിക്കുന്ന സമയത്തൊക്കെയാണ് അബി കണ്ട് വരിക. നീ എന്താണ് ഇത്ര ചിരിക്കുന്നുണ്ട് എന്ന് നോക്കിയപ്പോൾ അതിനിപ്പോൾ എനിക്ക് എന്താ ചിരിക്കാൻ പാടില്ല, ഇവിടെ ദുഃഖിക്കാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെന്താണെന്ന് അറിയും. എനിക്ക് വയറിന് നല്ല സുഖമല്ല അറിയും. അത് ആ വല്യമ്മ അമ്മായി ഉണ്ടാക്കി വെച്ച പലഹാരം കണ്ടമാനം വെട്ടി ഒഴുകുമ്പോൾ ആലോചിക്കേണ്ടായിരുന്നു, വയറിറങ്ങി വേണം തിന്നാന്നൊക്കെ അവളിങ്ങനെ പറയാം. അപ്പോഴേക്കും അബി അനാമിക അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അറിയും, അബിയേട്ടാ എന്ന് വിളിച്ചിട്ട് അറിയും. അപ്പം എന്നറിയും. അപ്പോൾ അറിയാം, അബിയേട്ടന് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ട്, ഒരു സുഖമില്ല വയറിന്. ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ടോയ്ലറ്റ് പോകണതെന്നറിയോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, എനിക്കും ഞങ്ങൾക്കൊക്കെ പ്രശ്നമാണ് അറിയും. ആരാണ് ഇതിപ്പോൾ ചെയ്തത്? ഭക്ഷണത്തിൽ ഇങ്ങനെ കലർത്തി ഇതിങ്ങനെ കലർത്തി ഉണ്ടാക്കിയത് ആരും? അമ്മായി വല്യമ്മ ഒരിക്കലും അത് ചെയ്യില്ല. പിന്നെ ആരാ എന്നിട്ട് ഇങ്ങനെ നവ്യനെ അങ്ങനെ നോക്കുക. അപ്പോൾ പറയും, ചെയ്തവർക്ക് അറിയാമല്ലോ, ഇതിന് മുന്നേയും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നവ്യ നല്ല കണക്കിന് അങ്ങോട്ട് പറയും അനാമികേൻ്റെ. തല്ലാനൊക്കെ കയ്യോങ്ങിച്ചില്ലേണ്ട് നവ്യ അനാമികേനെ കേട്ടോ. അപ്പോൾ പറയും, നമുക്ക് കിട്ടിയെങ്കിൽ നന്നായി പോയി, നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് അനുഭവിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു കേട്ടോ. കുറേ അതിൽ മര്യാദയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, എന്നോട് ആരും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ നവ്യ അനാമിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ അബിയേട്ടൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നു. അബിയേട്ടൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിൽ പൊയ്ക്കപ്പെടുന്നതെന്ന് പറയും. അങ്ങനെ അവിടുന്ന് ആട്ടി വിടും. അപ്പോൾ പറയും, വെറുതെ അല്ല നിങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അനാമിക കൊണ്ടുവന്നിട്ട് ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ പറയും, അമ്മയും മകനും കൂടെ ചെയ്ത് പോയി കേസ് കൊടുക്കടി എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. നീ പോയി കേസ് കൊടുക്കായിരുന്നു, ഇതിന് മുന്നത്തേക്ക് അങ്ങോട്ട് തെളിയട്ടെ, എന്നിട്ട് അവർ പോലീസ് തന്നെ പിടിച്ചും കൊണ്ട് പോട്ടെ, ഇങ്ങോട്ട് കേസ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും. പക്ഷെ വല്ലാണ്ട് അനാമികയ്ക്ക് പറയാനും നിവർത്തില്ല, കാരണം എല്ലാം കയ്യോടെ പിടിച്ചിട്ടുള്ളതാണ് നവ്യ. അതുകൊണ്ട് നവ്യയുടെ മുന്നിൽ നിന്നിട്ട് അങ്ങനെ വല്ലാണ്ട് പറയാനും നിവർത്തിയില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് കലർത്തിയിരുന്നൊക്കെ അവൾ സ്വയം അങ്ങോട്ട് പറയുന്നുണ്ട് നമ്മുടെ നവ്യ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക സോറി ആദർശും നയനയും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ കാപ്പി കുടിക്കുകയാണ്. അവർ പാവം പിന്നെയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുക. അപ്പോൾ പറയും, അപ്പോൾ ഇവളിങ്ങനെ കഴിക്കേണ്ടത് ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ടമ്മേ, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയും. അപ്പോൾ ഇവളും പറയുന്നുണ്ട്, നമ്മുടെ ആദർശം പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല സ്വാദുണ്ട്, ഇപ്പോഴത്തെ ഇന്നത്തെ അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന എല്ലാം നല്ല രുചിയാണല്ലോ, അമ്മ പീടിയായിട്ട് നന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റോട് കൂടിയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയും. മതി പുകഴ്ത്തിയതൊക്കെ അത്ര മതി, നീ വേഗം കഴിച്ച് പോകാൻ നോക്കുന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് മുഴുവൻ അനാമികയുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുത്തപ്പോൾ ഇത് രണ്ടാമത് ഉണ്ടാക്കിയതാണെന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ജലജ ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കഴിക്കുക രണ്ടാളും കൂടെ കഴിക്കുക. അപ്പോൾ ഈ ആദ്യം കഴിച്ച് ഇങ്ങനെയൊക്കെ പ്രശ്നമായതൊന്നും 34 അറിഞ്ഞിട്ടില്ല. 34 പുറത്തേക്ക് വിസിറ്റ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അറിയാം, ഇതിലെ രണ്ടും കൂടെ കടന്ന് ഓടിട്ട് ഞാനൊന്ന് കാണട്ടെ, ഞാൻ കഴിക്കുക എന്നിങ്ങനെ പറയും.
അപ്പോൾ ദേവയാനി കാണും ജലജ അവിടെ നിൽക്കണം. അപ്പോൾ നീ ഇതെവിടെ പോയതാ എന്ന് നോക്കുമ്പോൾ പറയും ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പലഹാരം കഴിക്കാറുമ്പോൾ അയ്യോ വേണ്ട ചേച്ചി, വേണ്ട എടുത്തി അവർ കഴിച്ചോട്ടെ, കുട്ടികൾ കഴിച്ചോട്ടെ അറിയും. അതെന്താ നിനക്ക് കഴിക്കാൻ, നിനക്കും കഴിക്കാതിലുണ്ട് അറിയും. അല്ലല്ല വേണ്ട അറിയും. അപ്പോൾ മുപ്പത്തിയാറ് വിചാരം ആദ്യം പൊടി ഇലക്കി വെച്ചതാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പറയും വേണ്ട അവർ കഴിച്ചോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ എന്താ സുഖമല്ലേ, പോയി വരുമ്പോഴേക്കും പലഹാരം ഉണ്ടാക്കി വെച്ച് കൊടുക്കണോ, ചായ ഉണ്ടാക്കി കൊടുക്കണോ, അപ്പടി ഇപ്പടി എന്നൊക്കെ പറയുന്നിട്ടാണ്ട് പോവുകയാണ് ജലജ. അത് കഴിഞ്ഞിട്ട് ഇവർ മൂന്നാളും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശും നയനിയും ദേവയാനിയും കൂടെ. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അവൾക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് നമ്മുടെ നയനയ്ക്ക് നല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ദേവയാനി ഇവളോടിപ്പോൾ നല്ല സ്നേഹത്തിലാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി, വെറും അഭിനയമാണ് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ജലജ നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക. അബി വയറൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എടാ മോനെ ഇപ്പം കാണാം കളി, ഇത് രണ്ടും കൂടെ എടുത്തി ഉണ്ടാക്കിയ പഴംപൊരി പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം കാണാൻ രണ്ടും കൂടെ കടന്നു ഓടുന്നത്. അപ്പോൾ പറയും എന്താ അമ്മ പറയുന്നത് അറിയും. അപ്പോൾ പറയും എടാ ഞാൻ ആ പഴംപൊരി ഉണ്ടാക്കുന്ന പലഹാരം ഉണ്ടാക്കുന്ന കൂട്ടിലേ വയറിളക്കാനുള്ള കുറച്ച് പൊടി ചേർത്തിട്ടുണ്ട്. പറയും അയ്യോ എന്നറിയാം അബി. പറയും എന്താടാ മോനെ, ആ പലഹാരം ഞങ്ങളെ തിന്ന് അവർക്ക് രണ്ടാമത് ഇപ്പോൾ വല്യമ്മ വേറെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അനാമികയുടെ അച്ഛനും അമ്മയും അനാമിക്ക് ഞാനും കൂടെയാണ് ആദ്യത്തെ പഴംപൊരി മുഴുവൻ കഴിച്ചത്. ഇപ്പോൾ ഞങ്ങൾ കക്കൂസിന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയ സമയമില്ല എന്ന് പറയണം. അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യം വല്യമ്മ ഉണ്ടാക്കി വെച്ചതിന് അമ്മായി ഉണ്ടാക്കി വെച്ചത് അപ്പോഴേക്കും അവർ വന്നിട്ട് അവരാ കഴിച്ചത്. അതിൽ ഞാനും പെട്ടു. അമ്മ എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു വാക്ക് പറയേണ്ട അമ്മേ നീ, പിന്നെ അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ അബിനോട് ഭയങ്കര തട്ടിക്കാറില്ല. എന്തൊരു കഷ്ടം അമ്മേ, ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ നേരമല്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും ഓടുക. എന്നാൽ ആ നയനയുടെ ഒരു കാര്യേ അവർക്ക് ഭയങ്കര ദൈവഭാഗ്യമാണ്. അല്ലെങ്കിൽ കണ്ടോ 2 പ്രാവശ്യം വെച്ചതും തിരിച്ചടിക്കുന്നില്ലേ, നമുക്ക് തന്നെ കിട്ടി എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ പറയും പിന്നെ വല്ലാത്തൊരു കഷ്ടമായി ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർ നീറ്റ് ഓടിക്കഴിയും, ബാത്റൂമിലേക്ക് കഴിയും. അത് കഴിഞ്ഞ് വേണുവും രേവതിയും അതുപോലെ അനാമികയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ജലജ അങ്ങോട്ട് വരും. അതിൽ പറയും വിവരങ്ങളൊക്കെ അബി പറഞ്ഞ് ഞാൻ അറിഞ്ഞു, ഇത് വല്ലാത്ത അത്ഭുതമായിരിക്കും, ആരാ അതൊക്കെ ചെയ്ത്? എടുത്തി ഒരിക്കലും ചെയ്യില്ല, കാരണം എടുത്തിയുടെ മകനും മരുമകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ, അവരൊരിക്കലും അത് ചെയ്യില്ല. പിന്നുള്ളത് നവ്യ, അവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ, ഇവിടെ വന്നൊരു സാധനം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുക, പക്ഷേ ഇതുവരെ ഇല്ലാത്ത പ്രശ്നം എങ്ങനെ ഇപ്പോൾ വന്നു എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറയാം. എന്തായാലും ജലജയെ ഇത് വലിയ കടുപ്പായി പോയി എന്നൊക്കെ അങ്ങനെ പറയുക. ബാത്റൂമിൽ നിന്ന് നീറ്റ സമയമല്ല എന്നറിയാം. എന്നാലും പോവുക ഇനി നമുക്ക് വീട്ടിലേക്ക്. അപ്പോൾ അച്ഛാ ഓക്കെ ആണോ എന്ന് നോക്കിയാൽ അനാമിക. പോണ വഴിക്ക് സുഹൃത്തുക്കളെ വീടൊക്കെ ഉണ്ടല്ലോ, പിന്നെ പെട്രോൾ പമ്പും ഇല്ലേ, അവിടെ എവിടെയെങ്കിലൊക്കെ കയറാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്നറിയും. അപ്പോൾ ജലജേൻ്റെ ഉള്ളിനുള്ളിലൊരു ചിരിയാണ്. ആരാത് ചെയ്തെന്ന് മൂപ്പത്തിയാർക്ക് അറിയാമല്ലോ. അപ്പോൾ ഉള്ളിലൊരു ചിരി, കാരണം പുറമേ കാണിക്കാനും പറ്റില്ല. അങ്ങനെ അവർ മൂന്നാളും കൂടെ ഇറങ്ങി പോകുമ്പോൾ പിന്നെ ഇവിടെ അനാമികയും അച്ഛനും അമ്മയും കൂടി വരും താഴ്ത്തു. അപ്പോൾ വരുമ്പോൾ ഇവർ നിന്നിട്ട് ഇങ്ങനെ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നയന. അപ്പോൾ അതിങ്ങനെ നോക്കി ചിരിച്ചിരിക്കുന്നുണ്ട് നമ്മളെ ദേവയാനി. അതിൽ അറിയും നല്ല ടേസ്റ്റാണ് അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോഴേക്കും ഈ പഴംപൊരിയല്ലേ ഞങ്ങൾ കഴിച്ചത്, എന്നിട്ട് ഇവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവർ ഇനിയും കഴിക്കണ്ടല്ലോ എന്നങ്ങനെ പറയും. അപ്പോൾ കഴിച്ചോ ഇതപ്പോൾ ആരെ പണിയാണെന്നറിയില്ല, ഞങ്ങളിത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എത്ര നേരമായിട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അതെന്ത് പറ്റി എന്നറിയും. അറിയില്ല, ദേവയാനി ചേച്ചി നേരത്തെ ഉണ്ടാക്കി തന്ന പലഹാരം കഴിച്ചിട്ട് ഞങ്ങളൊക്കെ ടോയ്ലറ്റിൽ തന്നെ ആയിരുന്നു, ഇത് അപ്പോഴാണ്ട് ഇറങ്ങുന്നത് എന്നൊക്കെ പറയും. അയ്യോ അത് ഞാനാണല്ലോ ഉണ്ടാക്കിയത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും അതുതന്നെയാണ് പ്രശ്നം, ആരാ ഇതൊക്കെ ചെയ്യുന്നത് എന്നറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ നയൻ്റെ അടുത്ത് ഒഴിക്കരുത്, ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ തലയ്ക്ക് കുറ്റം വന്നിരുന്നു, ഇതിപ്പോൾ ഞാനല്ലല്ലോ ചെയ്തത് അപ്പോൾ പറയും. ആരായാലും പിന്നെ ഇതിൻ്റെ മുന്നേ ചെയ്ത ആൾക്കാർക്ക് അതാരാ ചെയ്തത് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഇവിടെ നയനെ പറയുമ്പോൾ അങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. പിന്നെ കാരണം ഇവർക്കറിയാം അവരാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതാർക്കായാലും അറിയാം. പിന്നെ എന്താണ് അത് അനുഭവിച്ചത് മുഴുവൻ ഞാനല്ലേ എന്നങ്ങനെ ദേവയാനിയും പറയും. അതെ അത് ചെയ്തത് ആരാന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, എനിക്കൊക്കെ അറിയാം എന്നുള്ളതൊരു കുത്തു കൊടുക്കുക. അപ്പോൾ നീ എന്താ അങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിക്കും ദേവയാനി. അപ്പോൾ പറയും
അപ്പോൾ അപ്പോൾ അറിയാം അതൊക്കെ ഉണ്ടമ്മേ, അത് കൂടുതൽ പറയാൻ നിന്നിട്ടില്ലെങ്കിൽ കുറച്ച് കൂടിപ്പോന്നൊക്കെ അങ്ങനെ നയന പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്നാൽ ശരി, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ അതേ, അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്, അവളാണത് ചെയ്തതെന്നുള്ളത് നല്ല കുറ്റബോധമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഒന്നും പറയാതെ പോയതെന്നറിയാം. അപ്പോൾ അടുത്ത വഴിക്ക് ആദർശം അറിയാം അവൾക്കൊരു കുറ്റബോധമില്ല, അവളല്ല അത് ചെയ്തതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, ചെയ്തത് ആരാന്നും അറിയാം, അതുകൊണ്ടാണ് അവൾ മിണ്ടാതെ പോയതെന്നറിയും. അപ്പോൾ പിന്നെന്താണ്, അപ്പോൾ ഇവിടെ വരുന്ന അവർ നമ്മളെ ഗസ്റ്റുകളല്ലേ, അവർക്ക് വേണ്ട ഇത് കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശം അറിയും അവർക്ക് വേണ്ടതിലധികം കൊടുക്കണ്ടേ, പിന്നെ ഇവരൊന്നും അതിഥികളായി കാണേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ആദർശം അറിയും. അപ്പോൾ നയന അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ മാറി നിന്നിങ്ങനെ നോക്കുകയാണ് ദേവയാനീനെ. കാരണം ദേവയാനി അവളെ വല്ലാണ്ട് കുറ്റം പറയണമൊന്നുമില്ല, അപ്പോൾ അതൊക്കെ അവൾക്ക് അറിയാം. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഇത് നയന അങ്ങനെ ഇപ്രാവശ്യത്തെ എന്തായാലും പൊടി കലക്കലും ഇതൊക്കെയായി വയറൊക്കെ നാശാക്കി അവർ പോയി. എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെയായി പോയി എല്ലാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ പത്രമാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, കുഴപ്പമില്ല. എന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തൊണ്ടയ്ക്കൊക്കെ, അതുകൊണ്ട് അധികം വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്നാലും ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ അമർത്തി നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ, ലൈക്കും ചെയ്യണം കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റം മോശമൊന്നുമല്ല, നല്ല തന്നെയാണ്, നല്ല ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.